ഇപ്പൊ ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ള പ്രദേശത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നില്ല. അത് നാളെ രാവിലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം പല ഭാഗത്തു നിന്നും ഈ പറഞ്ഞതുപോലെ തന്നെ പുക ഉയരുന്നുണ്ട്, അവിടെ തീ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ കനൽ കെട്ടിട്ടില്ല. അപ്പോൾ ഇനിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആ സ്ഫോടനം നടന്ന പ്രദേശത്തേക്ക് കയറിയിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നില്ല. സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയായിരുന്നു നേരത്തെ തിരച്ചിൽ നടത്തിയിരുന്നതും മൃതദേഹങ്ങളൊക്കെ ഇവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ചില മൃതദേഹ അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. അത് ഇനി മറ്റെവിടെയെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അത് നാളെ രാവിലെ മാത്രമായിരിക്കും പുനരാരംഭിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുകയുള്ളൂ. പക്ഷെ തൊട്ടടുത്തുള്ള കുളത്തിൽ ഇപ്പോഴും സ്കൂബ ടീമിന്റെ പരിശോധനയാണ് നടക്കുന്നത്. ഇവിടെ നിന്നും ഒരാൾ പെട്ടെന്ന് ഓടി ഇപ്പോൾ ചാടാനൊക്കെയുള്ള ഒരു സാധ്യത ഈ കുളത്തിലേക്കാണ്. കാരണം ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നിന്നും മീറ്ററുകൾ പോലും വ്യത്യാസമില്ലാതെയാണ് ഈ ഒരു കുളം ഉള്ളത്. അത് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു കുളമാണ്. പക്ഷേ നല്ല ആഴമുണ്ട്. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അവിടേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം, ഇനി മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ കൂടി തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. താഴെ അടിത്തട്ടിലേക്ക് വരെ പോയിട്ടുള്ള ഒരു തിരച്ചിലാണ് നടത്തുന്നത്. പക്ഷേ തീർത്തും ചളിവെള്ളമാണ്, ചണ്ടി നിറഞ്ഞിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതൊരു ദുഷ്കരമാണ്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായി ഈ ഒരു സ്കൂബ ടീമിന്റെ തിരച്ചിൽ മാത്രമാണ് ഈ സ്ഫോടനമുണ്ടായ പ്രദേശത്ത് നടക്കുന്നുള്ളൂ. മറ്റ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പോലീസ് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഇനി പൊട്ടാത്ത ഇതുണ്ടോ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളുണ്ടോ എന്നുള്ളത് അറിയില്ല, വെടിക്കോപ്പുകൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിലൊരു കൃത്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബോംബ് സ്ക്വാഡൊക്കെ വന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ. തൃശ്ശൂരിനെ സംബന്ധിച്ചും ഇതുവരെ ഉണ്ടാവാത്ത ഒരു വലിയ ദുരന്തം എന്ന് തന്നെ പറയാവുന്ന ഇതിൽ നമ്മൾ ആകെ പകച്ചു തന്നെ നിൽക്കുകയാണ്. കാരണം 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ടതായിരുന്നു. അങ്ങനെ 27-ാം തീയതി വലിയ രീതിയിൽ പൂരവും പകൽപൂരവും ഒക്കെ നടക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് അതിലൊക്കെ നമ്മൾ തയ്യാറായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. തിരുവമ്പാടിയുടെ ഈ വെടിക്കെട്ട് ശാലയ്ക്കാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിലിപ്പോൾ 13 പേർ മരിച്ചിരിക്കുന്നു. ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? ഏകദേശം 40ഓളം ആളുകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വ്യക്തത വരേണ്ടത് ഇനിയും ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകൾ മറ്റെങ്ങോട്ടേക്കെങ്കിലും മറഞ്ഞു പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയാണ്.